ഗോൾഡ് ട്രേഡിന് നീ എന്തിനാണ് ഇത്ര കൺസേൺ ആവുന്നത്? അത് എത്ര താഴെ പോയാലും അത് മേലെ പോയില്ലേ? ഇനി അഥവാ താഴെ പോയാലും നമുക്ക് ആവറേജ് ചെയ്തൂടെ? ഇനി അതിന്നും താഴെ പോയാൽ വീണ്ടും ആവറേജ് ചെയ്തൂടെ? ഇതൊരു സേഫസ്റ്റ് അസറ്റ് അല്ലേ എന്നൊക്കെ വലിയ വർത്താനം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ജസ്റ്റ് ഇപ്പോഴത്തെ ഗോൾഡിന്റെ അവസ്ഥ ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് വാ. SL എന്നുള്ള വാക്കിന് ഒരേ ഒരു അഗെയിൻസ്റ്റ് സാധനം ഗോൾഡ് മാത്രമേ ഉള്ളൂ എന്നാണ് പല ആൾക്കാരും വിചാരം. അന്നും ഇന്നും എപ്പോഴും ഞാൻ പറഞ്ഞുകൊടുക്കുന്നത്, SL ഇല്ലാണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെടും, ഒരു സംശയവുമില്ല. അതിനുള്ള എക്സാക്ട് എക്സാമ്പിളിലൂടെയാണ് ഇപ്പോൾ ഗോൾഡിന്റെ ചാർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ട് പറ, ഇതൊന്നും നിങ്ങൾ സോറി ഇതല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഫെബ്രുവരി 2026 നമ്മുടെ ഗോൾഡ് 5600 വരെ പോയിട്ടുണ്ട്. 5600 വരെ പോയ ഗോൾഡ് ഇപ്പം നിൽക്കുന്നത് എറൗണ്ട് 4031 ഏകദേശം $1500 ഡൗൺ ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എനിക്കിപ്പോഴും അറിയാം, ടു ബി ഫ്രാങ്ക്, ആ 5500 ഓരോ $100 താഴേക്ക് വരുമ്പോഴും ആവറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മളെ കൂട്ടത്തിലുണ്ട്. പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഗോൾഡ് അല്ല, ഏതവ വന്നു കഴിഞ്ഞാലും ഇത് ട്രേഡിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കണോ, നിങ്ങൾക്കൊരു പ്രോപ്പർ SL വേണം. ഇനി അതല്ലെങ്കിൽ അത്രയും ഡബിൾ മാർട്ടിങ്ങൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നമ്മൾ എടുക്കുന്നതിന്റെ ഡബിൾ ആവറേജ് ചെയ്യാനുള്ള കെൽപ്പ് നമുക്ക് വേണം. അങ്ങനെ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്, ഒരു വിഷയമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ആവറേജ് ചെയ്ത് പോയിക്കോ. ചെറിയൊരു അപ്പ് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അല്ലാത്ത ആൾക്കാർ ഉള്ള പൈസ മൊത്തം അതിൽ ഡംപ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നിങ്ങൾ എത്ര ടൈം ഇത് ഹോൾഡ് ചെയ്യേണ്ടി വരും. അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ, ഒരു പ്രശ്നമില്ല, ആരോടും ഇങ്ങോട്ട് പ്രോബ്ലം ഇല്ല. പക്ഷെ അതല്ലാത്ത രീതിയിൽ ഇമാരി പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ പെടും.